ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തംബ്നൈലിൽ കണ്ട പോലെ എൻ്റെ ആക്നെ ജേണിയാണ്. അപ്പോൾ നിങ്ങൾ തംബ്നൈൽ കണ്ടപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ ഇത്രമാത്രം പറയാൻ മാത്രം ഉണ്ടോ, അതായത് ഇത്രമാത്രം ആക്നെ ഒന്നും തംബ്നൈലിൽ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ശരിക്കുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആക്നെ വന്ന സമയത്ത് ഫോൺ നോക്കാൻ പോലും, അതായത് ഒരു ഫോട്ടോ എടുക്കാൻ പോലും, കണ്ണാടിയിൽ നോക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു. എന്ന് വെച്ച് ഞാൻ അധികം ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെയും എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോഴും എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിനും പിന്നെ എൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടി എടുത്ത ഫോട്ടോസാണ് ഞാൻ തംബ്നൈലിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ലോണം ആക്നെ വന്ന സമയത്ത് ഞാൻ അങ്ങനെ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ സിവിയർ ആയിട്ടുള്ള ആക്നെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റാതിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി അധികം വലിച്ച് ലാഗ് അടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് കിടക്കാം. അപ്പം എൻ്റെ ഒരു ആക്നെ ജേണി തുടങ്ങുന്നത് എപ്പോൾ വെച്ചിട്ടാന്ന് വെച്ചാൽ, എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഏകദേശം 4-5 മാസം മുന്നേ ആണ്. അപ്പോൾ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, എൻഗേജ്മെൻറ്റിന് ഒരു 4-5 മാസം മുന്നേ എനിക്ക് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ നോസിൻ്റെ സൈഡിലും അതേപോലെ തന്നെ ലിപ്പിൻ്റെ ഈ ഒരു ഭാഗത്തുമായിരുന്നു. ചീക്സിലൊന്നും അധികം ഇല്ലായിരുന്നു. അതും വലിയ വലിയ പസ്സുള്ള ടൈപ്പ് പിമ്പിൾസിലല്ല ഇത് സ്റ്റാർട്ട് ചെയ്തത്. കുഞ്ഞു കുഞ്ഞു തരി പോലെ റെഡ് കളറിലുള്ള പിമ്പിൾസ്. ആക്നെ ഉള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ചെറിയ ചെറിയ പിമ്പിൾസ് ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ കെയർ ഒന്നും കൊടുത്തില്ല. മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു, ഇത് എന്താണ് ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫേസിൽ ഇങ്ങനെ ആക്നെ വരുന്നതെന്നുള്ളത്. പക്ഷെ ഞാൻ വലിയ ശ്രദ്ധ കൊടുത്തില്ല, കാരണം കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ആയിരുന്നു. അതൊരു ഓവർനൈറ്റ് വന്ന് പിറ്റേന്നേക്ക് പോവും, പിന്നെയും വരും, അങ്ങനെ പോവും, രാവിലെ ആകുമ്പോൾ പോവും, അങ്ങനത്തെ ടൈപ്പ് ഓഫ് പിമ്പിൾസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ കെയർ കൊടുത്തില്ല. അത് അങ്ങനെ പോയിക്കോളും എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എൻഗേജ്മെൻറ്റിൻ്റെ സമയം ആയപ്പോഴേക്കും എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, വലിയ വലിയ മത്തങ്ങ പോലെ റെഡ് കളറിൽ നല്ല ചുവന്ന് ബൾബ് കത്തി നിൽക്കുന്ന പോലെയുള്ള പിമ്പിൾസ് ചീക്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി. അത് ചെറുതായിട്ടുണ്ടായതൊക്കെ പിന്നെ വലുതായിട്ട് വലിപ്പം വെച്ചിട്ട് നല്ലോണം കാണുന്ന രീതിക്ക്, അതായത് ഫേസ് കണ്ടാൽ തന്നെ എന്തോ ഒരു വസൂരിയൊക്കെ പിടിച്ച ആൾക്കാരെ മാതിരി ഇങ്ങനെ റെഡ് കളറിൽ, വസൂരി തന്നെയല്ല അതിന് പറയാൻ, മറ്റേ നമ്മളെ ഫേസിൽ ചിക്കൻ ബോക്സ് അല്ലേ, അങ്ങനത്തെ രീതിക്ക് ഇങ്ങനെ റെഡ് കളറിൽ വലുതായിട്ട് ഉണ്ടാവാൻ തുടങ്ങി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. കാരണം ഞാൻ കുറേ സ്കിൻ കെയർ പ്രൊഡക്റ്റ് മാറ്റി യൂസ് ചെയ്ത് നോക്കി. ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഇനി അതിൻ്റെ വല്ലതും പ്രശ്നമാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ മാറ്റി ഉപയോഗിച്ച് നോക്കി. കുറേ സ്കിൻ കെയർ പ്രൊഡക്റ്റ്, ആക്നെ പോവാനുള്ള സാലിസിലിക് ആസിഡ്, അങ്ങനെ പിന്നെ അതേപോലെ തന്നെ പീല്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ഓൺലൈന് ഈ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ സെർച്ച് ചെയ്ത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കുറേ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ കുറേ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു. പക്ഷെ എന്നിട്ടൊന്നും ഇതിന് റിസൾട്ട് ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ചെയ്ത മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ മാറ്റി ഉപയോഗിക്കുക എന്നല്ലാതെ എന്താണ് ആക്നെ വരാനുള്ള കാരണം എന്ന് ഞാൻ അന്വേഷിച്ചില്ല. ഇനി അത് വേറെ വല്ല നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നം കൊണ്ടാണോ, എന്താ ഫുഡിൻ്റെ പ്രശ്നം കൊണ്ടാണോ, എന്താണ് എന്നുള്ള കാരണം ഞാൻ അന്വേഷിക്കാൻ നിന്നില്ല. അതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ മണ്ടത്തരം. അപ്പോൾ ആക്നെ വരുന്നവരുണ്ടെങ്കിൽ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. എന്താണ് ആക്നെക്കുള്ള കാരണം എന്ന് നിങ്ങൾ ആദ്യം അറിയാൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയാസിൽ കാണുന്ന പല പ്രൊഡക്റ്റ് നിങ്ങൾ മാറ്റി യൂസ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാം. അങ്ങനെ ഞാൻ ബാക്കി പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എൻഗേജ്മെൻറ്റ് ആയപ്പോഴേക്കും നല്ലോണം പിമ്പിൾസ് വലുതായിന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എൻഗേജ്മെൻറ്റ് ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഇതൊന്ന് ക്ലിയർ ചെയ്ത് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കാലിക്കറ്റ് ഞാൻ പഠിച്ചിരുന്നത് അവിടെയായിരുന്നു, PG ചെയ്തിരുന്നത് അവിടെയാണ്. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഇക്രയിൽ ഉണ്ടായിരുന്ന ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ഞാൻ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ആ സമയത്തിന് എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ തൈറോയിഡ് കുറച്ച് ഉണ്ടായതുള്ളതുകൊണ്ട് ഞാൻ ടാബ്ലറ്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഞാൻ ടാബ്ലറ്റ് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പീരിയഡ്സ് റെഗുലർ ആവുന്ന പ്രശ്നം എനിക്കില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, ജസ്റ്റ് പിമ്പിൾസ് പോകാനുള്ള കുറച്ച് ഓയിൽമെന്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായി. അങ്ങനെ ഞാൻ മാറുന്ന തന്നെയുള്ള ഒരു ആത്മവിശ്വാസത്തിൽ ആ ഓയിൽമെന്റ് തേച്ച് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായി. അപ്പോൾ ഈ പിമ്പിൾസ് ഉണ്ടാവുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമുക്കത് ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ വേദന എന്താന്ന് വെച്ചാൽ ആൾക്കാരെ ചോദ്യങ്ങളാണ്. എന്താ മോളെ മുഖത്ത് ഇത്, എന്താ അത് നിറച്ച് കുരു വന്നല്ലോ, കണ്ണി കണ്ടതൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ കുരു വരുന്നത്, അതും ഇതും തേക്കുമ്പോഴേ ഞങ്ങൾ പറഞ്ഞതാ, ഞങ്ങൾ കണ്ടില്ലേ ഒന്നും ഉപയോഗിക്കാതെ നാച്ചുറലായിട്ട് ഞങ്ങൾ നടക്കുന്നതുകൊണ്ട് ഞങ്ങളെ മുഖത്തൊന്നുമില്ല, എന്താ വന്നത്, എങ്ങനെയാ വന്നത്, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ. ഇത് കേൾക്കുമ്പോഴാണ് നമ്മൾ ആകെ ഡെസ്പായി പോകുന്നത്, ഉള്ള സന്തോഷം കൂടെ നമുക്ക് ഇല്ലാതായി പോകുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഈ മെഡിസിൻസ് ഒക്കെ തേച്ചു വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞു, എന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞാൻ പിന്നെ ആകെ ഡൗൺ ആയി. എന്ന് വെച്ചാൽ ഇതൊന്നും ഡോക്ടറിനെ കാണിച്ചിട്ട് ഒരു കാര്യം കിട്ടുന്നില്ല, ഇനി വെറുതെ എന്തിനാ ഡോക്ടറിൻ്റെ അടുത്ത് പോയി പൈസ കൊണ്ടേ ചിലവാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനുള്ള രീതിക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തു പോന്നു. വേറെ ഒന്നും ഞാൻ ആരെയും കാണിക്കുകയോ എന്തെങ്കിലും പ്രൊഡക്റ്റ് പിന്നെ മാറി യൂസ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തില്ല. യൂസ് ചെയ്യുന്നതിനെ ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് പോന്നു. പിന്നെ ഞാനൊരു പരീക്ഷണത്തിലും നിന്നില്ല.
പിന്നെ ഒരു ദിവസമായപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഒരു കൊല്ലം 1.5 കൊല്ലമൊക്കെ ആയപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവുക തന്നെയാണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യണ്ട മുഖത്ത്, അത് അങ്ങനെ വിട്ടോ, കുറച്ച് കഴിഞ്ഞ് അത് താനെ മാറിക്കോളും, ഈ ഒരു ഏജിൽ വരുന്നതാണ്. അങ്ങനെ കുറേ ആൾക്കാരുടെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ പിന്നെ ഒന്നിനും നിൽക്കാഞ്ഞത്. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ഡെർമറ്റോളജിസ്റ്റിനെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഫോണിൽ സെർച്ച് ചെയ്ത സമയത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു നല്ല ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്. അതായത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫസർ ഉണ്ട് എന്ന് ഞാൻ ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഫോണിൽ ഇങ്ങനെ ജസ്റ്റ് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അറിഞ്ഞു. അപ്പോഴും ഫേസിൽ നല്ലോണം പിമ്പിൾസ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഈ ചീക്സിൽ വന്ന പിമ്പിൾസ് പിന്നെ ഈ നെറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ തരിതരിയായിട്ട് പൊന്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ദൃഢനിശ്ചയം എടുത്തിട്ട് എന്തെങ്കിലും വരട്ടെ, ഇനി മാറുകയാണെങ്കിൽ മാറിയാലോ, എങ്ങാനും ലോട്ടറി അടിച്ചാലോ എന്നുള്ളൊരു രീതിക്ക് ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഡോക്ടറിനെ കാണിച്ചു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നത് എനിക്ക് പെരിന്തൽമണ്ണുള്ളൊരു ഡെർമറ്റോളജിസ്റ്റിനായിരുന്നു. അതായത് EMS മെഡിക്കൽ കോളേജ് അല്ല, EMS ഹോസ്പിറ്റലിലുള്ള ഒരു ഡോക്ടറിനായിരുന്നു. പക്ഷെ അതുവരെ പോകാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഈ ഒരു ആക്നീൻ്റെ കാര്യത്തിന് അതുവരെ പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം വീടിൻ്റെ അടുത്തുള്ള ഡോക്ടറിനെ കാണിക്കാം, എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ ആ ഡോക്ടറിനെ കാണിക്കാം എന്നുള്ള രീതിക്ക് ഞാനിവിടെ വീടിൻ്റെ അടുത്തുള്ള ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അങ്ങനെ മൂപ്പര് ചോദിച്ചു എന്തൊക്കെയാണ് പ്രശ്നം, തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, പക്ഷെ ഞാനിപ്പോൾ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യുന്നില്ല, ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം ആ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യണം, അത് കുടിച്ചു തുടങ്ങണം. പിന്നെ അതേപോലെ തന്നെ അപ്പോഴേക്കും എനിക്ക് പീരിയഡ്സ് ഒക്കെ ഇറഗുലർ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പീരിയഡ്സിൻ്റെ പ്രശ്നം കൊണ്ടും ഇങ്ങനെ വരാം, അതായത് ഇന്നൊന്ന് കാമാക്കി, ഇത് ഈ ഏജിലുള്ള കുട്ടിയൊക്കെ വരുന്നതാണ്, ടെൻഷൻ അടിക്കാനൊന്നുമില്ല, ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടും ഇങ്ങനെ വരാം. അപ്പോൾ നമുക്ക് കുറച്ച് മരുന്നൊക്കെ ആദ്യം ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് എന്താണ് പിന്നെ നോക്കാം. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് മരുന്ന് തന്നിട്ടുണ്ടായി. അപ്പോൾ അതിൽ ആദ്യം തന്നിട്ടുണ്ടായിരുന്ന ഐറ്റം ഈ ഒരു ഫേസ് വാഷ് ആണ്. ഈ നിയോഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു ഫേസ് വാഷ് ആണ് എനിക്ക് ആദ്യം തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നായിരുന്നു. അപ്പോൾ ഇതൊരു ഫോമിങ് ക്ലെൻസറാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നല്ലോണം ഡ്രൈ ആയി പോകുമെന്ന്. പിന്നെ ഞാൻ ആ ഒരു ഡൗട്ടും ചോദിച്ചിട്ടുണ്ടായി, എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് പിമ്പിൾസ് വരുന്നത് എന്നുള്ളൊരു ഡൗട്ടും ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡ്രൈ സ്കിന്നിൽ തന്നെ പിമ്പിൾസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാൻ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഏതാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഡെർമാക്കോൻ്റെ സൺസ്ക്രീൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെർമാക്കോൻ്റെത് ഉപയോഗിക്കാം, പക്ഷേ നമ്മളൊരു കൺസൾട്ടേഷനിൽ പോകുമ്പോൾ ഞാൻ തന്നിട്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ തന്നു. മോയ്സ്ചറൈസറിനെ പറ്റി ചോദിച്ചപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു മോയ്സ്ചറൈസർ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം അല്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് മോയ്സ്ചറൈസർ ഇല്ലാതെ പറ്റൂല, കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, എനിക്കതില്ലാതെ പറ്റൂല, രാത്രിയൊക്കെ നല്ലോണം വലിഞ്ഞ് മുറുകുന്ന പോലെ തോന്നുമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എനിക്കൊരു മോയ്സ്ചറൈസറും പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. അതാണ് ഈ ഒരു മോയ്സ്ചറൈസ് ഹൈഡ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസർ. ഇതും തന്നിട്ടുണ്ട്, ഇത് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് മൂന്നും തന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മെഡിസിൻസും തന്നിട്ടുണ്ടായി. അത് എന്തിൻ്റെ മെഡിസിൻസ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, കുറച്ച് മെഡിസിൻസും തന്നിട്ടുണ്ടായി. പിന്നെ അതേപോലെ തന്നെ ഒരു ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ടായി എനിക്ക്. ആ ഓയിൽമെൻറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ജെൽ AP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽമെൻ്റ് ആണ്. അതിൻ്റെ ട്യൂബ് ഇപ്പം കയ്യിലില്ല. ക്ലിയർ ജെൽ AP എന്ന് പറയും. അത് നമ്മൾ സന്ധ്യാസമയത്ത്, അതായത് ഒരു 6 മണി മുതൽ 6:30 വരെ അല്ലെങ്കിൽ 7 മണി മുതൽ 7:30 വരെ ഒരു അരമണിക്കൂർ തേച്ചിട്ട് കഴുകി കളയാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും ചെയ്യണ്ട, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഇന്നെ വന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു മാസം ആയപ്പോഴേക്കും എൻ്റെ സ്കിന്ന് പിന്നെയും പിമ്പിൾസ് കൂടുതലായിട്ടാണ് വരാൻ തുടങ്ങിയത്. ഇതിനൊരു കുറവുണ്ടായിരുന്നില്ല, പിന്നെ ഇങ്ങനെ കൂടി വന്നു. അപ്പോൾ ഞാൻ പിന്നെയും ടെൻഷനായി. എന്നിട്ട് 1 മാസത്തോളം ഞാനത് കടിച്ച് പിടിച്ച് യൂസ് ചെയ്തിട്ട് ഡോക്ടറിനെ കൊണ്ടുപോയി പിന്നെയും കാണിച്ചു. അപ്പോൾ ഡോക്ടർ ഒരു ഓയിൽമെൻറ്റും കൂടെ എക്സ്ട്രാ തന്നിട്ടുണ്ടായി. പിന്നെ ആ എഴുതിയ ടാബ്ലറ്റ് തന്നെ പിന്നെയും എഴുതി തന്നു. അപ്പോൾ ആ എഴുതി തന്ന ഓയിൽമെൻറ്റാണ് ഈ ഒരു ക്ലിയർ ജെല്ലിൻ്റെ AP. ക്ലിയർ ജെല്ലിൻ്റെ AP ഓൾറെഡി ഉണ്ട്, അത് തേച്ച് കഴിഞ്ഞതിന് ശേഷം ക്ലിയർ ജെല്ലിൻ്റെ ഈ ഒരു ഓയിൽമെൻറ്റും കൂടെ എൻ്റെ അടുത്ത് തേക്കാൻ പറഞ്ഞിട്ടുണ്ടായി. ഇത് ക്ലിയർ ജെല്ലിൻ്റെ ക്ലിൻഡാമിസിൻ ഫോസ്ഫേറ്റ് ജെൽ USP എന്ന് പറഞ്ഞിട്ട് അതിനേക്കാളും കുറച്ചും കൂടെ ഡോസ് കുറഞ്ഞ രീതിയിലുള്ള ഒരു ഓയിൽമെൻ്റ് ആണ്. അപ്പോൾ ആ ക്ലിയർ ജെല്ല് രാത്രി ഒരു അരമണിക്കൂർ തേച്ച് കഴിഞ്ഞതിന് ശേഷം രാവിലെയും അതേപോലെ തന്നെ രാത്രിയിലും ഈ ഒരു ഓയിൽമെൻറ്റ് തേച്ചിട്ട് അതിൻ്റെ മേലെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് കിടന്നുറങ്ങിയാൽ മതി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ഓയിൽമെൻറ്റും കൂടെ തന്നു. ഈ ഒരു ഓയിൽമെൻറ്റും കൂടെ തന്ന സമയത്ത് പിന്നെ ഒരു 3-4 മാസം ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ പിമ്പിൾസ് കൂടുക. പിന്നെ ഡോക്ടർ പറഞ്ഞത് ഇത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇനി വന്നാൽ മതി എന്നാണ്, കുറച്ച് കാലം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ഇത് പിമ്പിൾസ് കൂടുക കുറയുക അങ്ങനെ കളിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിമ്പിൾസ് ഒന്ന് ഡൗൺ ആവാൻ തുടങ്ങി, ഒന്ന് കാം ഡൗൺ ആവാൻ തുടങ്ങി. അങ്ങനെ വരുന്ന ഫ്രീക്വൻസി ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പം എനിക്കൊരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ആയി, ഇത് കുറഞ്ഞോളും എന്നുള്ളൊരു വിശ്വാസമായി. എന്നാലും ചെറിയ രീതിക്കൊക്കെ ഫേസിൽ പിമ്പിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലോണം അങ്ങോട്ട് മാറി ക്ലിയർ ആയി എന്നല്ല, ഇപ്പം കാണുന്ന പോലെ ആയി എന്നല്ല, പിമ്പിൾസ് വരുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഫ്രീക്വൻസി ഒന്ന് കുറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു, എനിക്ക് ഒരു പ്രാവശ്യം പെരിന്തൽമണ്ണ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ
ട്രസ്റ്റഡ് ആയിട്ടുള്ള അവിടുത്തെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. മുപ്പത്തിനെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. മുപ്പത്തിനെ എന്തായാലും ഒന്ന് പോവുമല്ലോ, ഒന്ന് കാണിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മുപ്പത്തിക്ക് കൺസൾട്ടേഷൻ എടുത്ത് കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് അടിപൊളിയാണ്, മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ നല്ലത് തന്നെയാണ്, ഇത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്, ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടാവാം ഇങ്ങനെ പിമ്പിൾസ് പിന്നെയും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്ന മോയ്സ്ചറൈസറും കാര്യങ്ങളൊന്നും മാറ്റേണ്ട ഒരാവശ്യമില്ല. പിന്നെ എക്സ്ട്രാ നിൻ്റെ സമാധാനത്തിന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര സിവിയർ ആയിട്ടുള്ള ആക്നി ഒന്നും അല്ല. അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന 2 ഓയിൽമെൻറ്റ്സ് മാറ്റിയിട്ട്, അതായത് ക്ലിയർ ജെല്ലിൻ്റെ AP, ക്ലിയർ ജെല്ലിൻ്റെ വേറെ മറ്റേ ഓയിൽമെൻറ്റ് മാറ്റിയിട്ട് എനിക്ക് 2 പുതിയ ഓയിൽമെൻറ്റ്സ് എഴുതി തന്നു. ബാക്കി ഫേസ് വാഷും കാര്യങ്ങളൊക്കെ തന്നെ അതന്നെ യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി തന്നിട്ടുണ്ടായിരുന്ന ഒരു ഓയിൽമെൻറ്റാണ് ഇത്. വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അഡാപ്ലിൻ നാനോ ജെല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽമെൻ്റ് ആണ്. ഇതിലുള്ള ഇൻഗ്രീഡിയൻറ്റും ക്ലിൻഡാമിസിൻ തന്നെയാണ്, ക്ലിൻഡാമിസിൻ ഫോസ്ഫേറ്റ് ജെല്ലാണ്. പിന്നെ ഇതിൽ വിറ്റമിൻ സിയുടെയോ അങ്ങനെ എന്തോ ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കുറച്ചും കൂടെ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വേർഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അഡാലിൻ നാനോ ജെൽ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പേര് വരുന്നത്. ഞാൻ സ്ക്രീനിൽ കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഫേസ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓയിൽമെൻറ്റും എനിക്ക് എഴുതി തന്നിട്ടുണ്ടായി. തിരിഞ്ഞിട്ടാണല്ലേ കാണുന്നത്. ഫേസ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽമെൻറ്റ്, ഞാൻ അത് സ്ക്രീനിൽ കൊടുക്കാം. ഫേസ്ലിൻ ഇതിലും ക്ലിൻഡാമിസിൻ ആൻഡ് നിക്കോട്ടിനമൈഡ് ജെല്ലാണ് വരുന്നത്. ഫേസ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓയിൽമെൻറ്റ് എഴുതി തന്നിട്ടുണ്ടായി. അപ്പോൾ ആദ്യം കാണിച്ച ഓയിൽമെൻറ്റ് നാനോ ജെൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, രാത്രി 4 മണിക്കൂർ, അതായത് ഫേസൊക്കെ വാഷ് ചെയ്തതിൻ്റെ ശേഷം രാത്രി 4 മണിക്കൂർ ഫേസിൽ വെച്ചിരുന്നിട്ട് കഴുകി കളയാൻ പറഞ്ഞു. രാത്രി ഉപയോഗിക്കാൻ പാടുള്ളൂ, പകൽ യൂസ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് വേറെ ഒന്നും അപ്ലൈ ചെയ്യേണ്ട, അങ്ങനെ വിടുക. പിന്നെ രാവിലെ ആവുന്ന സമയത്ത് നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഏറ്റവും ആദ്യം ഈ ഒരു ഫേസ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓയിൽമെൻറ്റ് തേക്കുക. ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സൺസ്ക്രീൻ ഉപയോഗിക്കുക. രാവിലെ അങ്ങനെ മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ട എന്നാണ് പറഞ്ഞത്. കാരണം സൺസ്ക്രീനിന് ഓൾറെഡി ഒരു മോയ്സ്ചറൈസേഷൻ ഉണ്ട്. അപ്പോൾ രാവിലെ ഉപയോഗിക്കേണ്ട, മോയ്സ്ചറൈസർ രാത്രി മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ ഒരു ഓയിൽമെൻറ്റ് തേച്ചിട്ട് അതിൻ്റെ മേലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഞാൻ അങ്ങനെ തന്നെ ഇപ്പോൾ 1 മാസത്തോളമായി ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം നല്ല കുറവുണ്ട്. എനിക്ക് അത്യാവശ്യം പിമ്പിൾസ് വരുന്ന ഫ്രീക്വൻസി ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പീരിയഡ്സിൻ്റെ പ്രശ്നം കൊണ്ട് എനിക്ക് പീരിയഡ്സ് നല്ലോണം ലേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് വരും എന്നല്ലാതെ നല്ലോണം ഫ്രീക്വൻസി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും എനിക്കൊരു ആശ്വാസമായത്. എന്ന് വെച്ചാൽ അതിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ മിടുക്കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയില്ല. രണ്ടാളും എൻ്റെ കാര്യത്തിൽ ഈക്വലി എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഈക്വലി എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം ഞാനിതിന്നൊക്കെ പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരുന്നത്. നമുക്ക് ചിലർ പറയും വൃത്തി ഇല്ലാഞ്ഞിട്ടൊക്കെയാണെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും സങ്കടമാവും. അതുകൊണ്ടൊന്നല്ല പിമ്പിൾസ് വരുന്നത്, നമുക്ക് ഹോർമോണലായിട്ട് ഇൻറ്റേർണലുള്ള പ്രശ്നം കൊണ്ടും നമുക്ക് പിമ്പിൾസ് വരാം. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ക്ഷമ നല്ലോണം വേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് വിചാരിച്ച് അപ്പം തന്നെ ചടപടേന്ന് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമല്ല. നല്ലോണം ക്ഷമ വേണം. ടൈം എടുത്ത് തന്നെ നമുക്കൊരു പ്രശ്നം വന്നാൽ അത് മാറുള്ളൂ. നല്ലോണം ടൈം കൊടുക്കണം, എന്നാലേ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ കാണിച്ച പ്രൊഡക്റ്റൊക്കെ എൻ്റെ സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പക്ഷേ അത് നിങ്ങളുടെ സ്കിന്നിന് യൂസ്ഫുൾ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ ഞാനിതിലേക്കൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ സ്കിന്നിന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയാസിനെ ട്രസ്റ്റ് ചെയ്യാതെ ഒരു ഡോക്ടറിനെ എത്രയും പെട്ടെന്ന് കാണാൻ നോക്കുക. പിന്നെ ഇപ്പോൾ ഈ കാണിച്ച പ്രൊഡക്ട്സ് ഒന്നും നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിൻ്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ യൂസ് ചെയ്യരുത്. ഒരു ഡോക്ടറിനെ കാണിച്ചിട്ട് കറക്റ്റായിട്ട് കൺസൾട്ടേഷൻ എടുത്തിട്ട് മാത്രം യൂസ് ചെയ്യേണ്ട കുറച്ച് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആക്നെ ഉള്ള കുറച്ച് പേർക്കെങ്കിലും ഇത് കേട്ടപ്പോൾ ഒരു സമാധാനമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും, പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും, പെട്ടെന്ന് തന്നെ സുഖമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ആക്നെ കൊണ്ട് പൊറുതി മുട്ടുന്ന ചങ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി പിന്നൊരു വീഡിയോയിൽ കാണാം. ബൈ ഗായ്സ്.